വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും വായിക്കാനെടുക്കുന്ന പുസ്തകം എന്ന് പറയണം. പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ. 1996 വയലാർ അവാർഡ് കിട്ടിയ നോവലാണതെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു സങ്കീർത്തനം പോലെ വായിച്ചു തുടങ്ങി 2-ാം അധ്യായം. അന്ന ധൃതിയിൽ അണിഞ്ഞൊരുങ്ങി. പിതാവ് മരിച്ചതിൻ്റെ ദുഃഖം തീർന്നിട്ടില്ലാത്തതുകൊണ്ട് അലങ്കാര തയ്യലുകളില്ലാത്ത കറുത്ത വസ്ത്രങ്ങളാണ് അവൾ ധരിച്ചത്. വലിയ ആഡംബരമൊന്നും തോന്നിപ്പിക്കരുത്, എന്നാൽ ആകർഷകമായി തോന്നുകയും വേണം. അത്രയേ അവൾ വിചാരിച്ചുള്ളൂ. ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നറിയാം. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരു മതിപ്പ് തോന്നിപ്പിക്കണം. വാച്ചിൽ നോക്കുമ്പോൾ മണി 11:30 ആയിരിക്കുന്നു. അന്ന അടുക്കളയിൽ വാതിൽക്കൽ ചെന്ന് അമ്മയോട് യാത്ര പറഞ്ഞു. കൃത്യം 11:30 അവിടെ എത്തണം. അതിനു മുൻപോ പിൻപോ ആകരുത്. അക്കാര്യം ഓൾഹിൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. ധൃതി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അരമണിക്കൂറിനുള്ളിൽ നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. എന്നെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് സ്വതന്ത്രമായി ജീവിക്കണമെന്ന് അന്ന നേരത്തെ ആഗ്രഹിച്ചിരുന്നു. വീട്ടിലെ സ്ഥിതിയൊക്കെ മോശമാണ്. പിതാവ് മരിച്ചിട്ട് 1 വർഷമാകാൻ പോകുന്നു. കാലം കടന്നു പോകുന്നത് അറിയുന്നില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിതാവ് ആരെയും അറിയിച്ചിരുന്നില്ല. ഒരിടത്തരക്കാരൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നിലനിർത്താൻ പിതാവ് എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നെന്ന് പിന്നീടാണ് കുടുംബത്തിൽ എല്ലാവർക്കും ബോധ്യമായത്. പിതാവിൻ്റെ മരണം പൊടുന്നനെ തങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയ അഗാധമായ ശൂന്യതയെക്കുറിച്ചോർക്കുമ്പോൾ ഇപ്പോൾ അവൾ നടുങ്ങുന്നു. ഒരാൾ പോകുമ്പോൾ അയാളോടൊപ്പം മറ്റെന്തൊക്കെയോ കൂടി പോകുന്നു. ഒരാളുടെ മരണം അയാളുടെ മാത്രം കാര്യമാണോ? അന്നയ്ക്കറിയാം, പിതാവിൻ്റെ മരണം കൂടുതൽ ബാധിച്ചത് അമ്മയെയാണ്. ഇപ്പോൾ അമ്മ ജീവിക്കുന്നത് സ്വന്തം ഹൃദയത്തിൻ്റെ ഇരുട്ടിലും ഏകാന്തതയിലുമാണ്. ഇനി ആരാണ് കുടുംബത്തിന് താങ്ങായിട്ടുള്ളത്? അനുജത്തി പഠിത്തം നിർത്തി. അവൾക്ക് പക്ഷേ അതിൽ സങ്കടമൊന്നുമില്ല. അനുജൻ കാർഷിക കോളേജിൽ പഠിക്കുന്നു. ഇനി എത്ര നാൾ കഴിഞ്ഞാലാണ് കുടുംബത്തിൻ്റെ ഭാരം താങ്ങാൻ അവൻ്റെ ചുമലുകൾക്ക് കരുത്തുണ്ടാകുന്നത്? മെഡിസിന് പഠിക്കണമെന്നായിരുന്നു അന്നയ്ക്ക്. പിതാവിൻ്റെ മരണത്തോടെ ആ സ്വപ്നം തകർന്നു. ആ സ്വപ്നമല്ല, ജീവിതത്തെ സംബന്ധിച്ച എല്ലാ സ്വപ്നങ്ങളും തകർന്നെന്നാണ് ആദ്യം തോന്നിയത്. അങ്ങനെയൊന്നും ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ബോധ്യമാവാൻ കുറേ സമയമെടുത്തു. അതിൽ പിന്നെയാണ് അന്ന അടുത്തുള്ള ഓൾക്കിൻ്റെ സ്കൂളിൽ സ്റ്റെനോഗ്രാഫി പഠിക്കാൻ ചേർന്നത്. സ്റ്റെനോഗ്രാഫി പഠിച്ചാൽ ജോലി കിട്ടാൻ എളുപ്പമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ചെറിയ മോഹങ്ങളിൽ ജീവിതം ഒതുക്കി നിർത്താൻ അന്ന സ്വന്തം ഹൃദയത്തെ ഓർമ്മിപ്പിച്ചു.